പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്, കുറെ കൊല്ലം പിന്നിലേക്ക്. വലിയ ഹ്യൂമർ പടമല്ലേ ആണ്, ഉറപ്പ് ഹിറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ച ഷാജി പാപ്പന്റെ കോസ്റ്റ്യൂം കിട്ടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ആകെ തകർന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. സെക്കൻഡ് ഹാഫ് ആവുമ്പോഴത്തേക്ക് പിന്നെ കൂടെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ചങ്ങായി റിയൽ ലൈഫിലാണ് സീറോ, റിയൽ ലൈഫ് സ്ക്രീൻ ലൈഫിലാണ് ഹീറോ. ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ? ആട് 2 കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആട് 3 വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പൊളിപ്പടം, ഒരു രക്ഷയില്ല, അടിപൊളി. ചിരിക്കാനുണ്ട്, സൂപ്പർ ചിരിക്കാനുണ്ട്, എല്ലാം സെറ്റപ്പ്. അപ്പാവൻ കളി തുടങ്ങി. എന്താ പറയേണ്ടത്? മാസ്, അടാറ്, തീപ്പൊരി എന്നൊക്കെ പറയേണ്ടി വരും. നമ്മളത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുമാറുന്നില്ല. സ്ക്രീനിൽ ഇവരെ ഷാൻ റഹ്മാന്റെ BGM കാണിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലേ, അത് വേർഡ്സിലൂടെ പറയാൻ. നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തന്നില്ലല്ലോടാ ശിവശങ്കര. സൂപ്പർ പടമാണ്, നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് എന്നാണ് വെറുതെ ഫയറാണ് കേട്ടോ. ഷാൻ റഹ്മാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒറിജിനൽ തീം സോങ്ങും പരിപാടികളും ഒക്കെ ഗംഭീരമായിട്ട് വരുമ്പോഴും ഡോൺ വിൻസെന്റ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, മാൻ വേറെ റേഞ്ചിൽ. പോയി നോക്കണം. ഇന്നോട് ചോദിച്ചാൽ മസ്റ്റ് വാച്ച് പറയുള്ളൂ. എല്ലാവർക്കും അതന്നെ മസ്റ്റ് വാച്ച്. ഇത്തരം സിനിമകൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വോ ഫാക്ടർ, ഒരു എക്സ് ഫാക്ടർ വേണം. അത് കൊണ്ടുവരാൻ ഈ ജോൺറ ഷിഫ്റ്റിൽ കൂടെ 100% സാധിച്ചിട്ടുണ്ട്. വർക്കാവാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിലും ഓവറോൾ പണം കണ്ട് ഇറങ്ങിയ സമയത്തുള്ള ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആട് ഫ്രാഞ്ചൈസിയിലെ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. 3യുടെ കൺക്ലൂഷൻ ആണ് പാർട്ട് 2 ഉണ്ടാവുക, അല്ലാതെ ആടിന്റെ കൺക്ലൂഷൻ അല്ല. ആടിന്റെ ആണോ? പാർട്ട് 3 സെക്കൻഡ് പാർട്ട് കൂടി ആട് നിർത്തുവാണോ? ആട് ഫ്രാഞ്ചൈസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും? യെസ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയെ. ഇതിലെങ്കിലും ഓക്കെ ആയാ മതിയായിരുന്ന മക്കളെ. ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.